നമസ്കാരം. 100 രൂപ നിക്ഷേപിച്ച് 4.5 കോടി രൂപ എങ്ങനെ നമുക്ക് സമ്പാദിക്കാം എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയുടെ വിശദമായിട്ട് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ ജെന്യൂൻ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. 100 രൂപ നിങ്ങൾക്ക് നിക്ഷേപിച്ച് ഈ പറഞ്ഞ 4.5 കോടി രൂപ നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റും. അതിനുള്ള കംപ്ലീറ്റ് റൂട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഈ 100 രൂപ നിങ്ങൾ നിങ്ങളുടെ നിലവിലുള്ള ജോലിയിൽ നിന്നോ ബിസിനസ് നിന്നോ എവിടെ നിന്ന് എടുക്കേണ്ട അത് ഉണ്ടാക്കാനുള്ള വഴിയും ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ 100 രൂപ 4.5 കോടി ആവാനുള്ള വഴിയും ആ 100 രൂപ നമുക്ക് ഉണ്ടാക്കാനുള്ള വഴിയും എല്ലാ മെത്തേഡും വിശദമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ എല്ലാവരുടെ ശ്രദ്ധയെ ഫസ്റ്റ് ക്ഷണിക്കുക. എങ്ങനെയാണ് 100 രൂപ 4.5 കോടി ആയി മാറുന്നതെന്ന് കുറച്ച് ആൾക്കാർക്ക് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം. സ്ഥിരമായിട്ട് ഞാൻ ചെയ്യുന്ന കോണ്ടന്റുകൾ മ്യൂച്വൽ ഫണ്ടുകളാണ്. അതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ട് സിസ്റ്റം വഴി തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഇനി 100 രൂപ എങ്ങനെ ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള വഴികളും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ കൃത്യമായിട്ടുള്ള റൂട്ട് എല്ലാവരും നോട്ട് ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ കംപ്ലീറ്റ് KYC കൈകാര്യം ചെയ്യുക. KYC എല്ലാം ചെയ്യുക. ആധാർ കാർഡ്, പാൻ കാർഡ് എല്ലാ കാര്യങ്ങളും കൊടുത്ത് വെരിഫൈഡ് ചെയ്ത് KYC ഒക്കെ സെറ്റ് ചെയ്ത് ആപ്പ് റെഡി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് SIPകൾ മ്യൂച്വൽ ഫണ്ടുകൾ ചെയ്യാൻ പറ്റും. ഇനി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ടെൻഷനൊന്നും അടിക്കേണ്ട. 10 ലക്ഷം കൊണ്ടുപോയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ടെൻഷനൊന്നും വേണമെങ്കിൽ ആ 10 ലക്ഷം രൂപ അവിടെ വെച്ചിട്ട് ആ ഫണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലോണും എടുക്കാൻ പറ്റും. അപ്പോഴും ലാഭമാണ്. കാരണം 9% ഒരു വർഷത്തേക്ക് അടച്ചാൽ മതി. മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് ഏകദേശം 25% അല്ലെങ്കിൽ 20%, 15% ഒക്കെ റിട്ടേൺ കിട്ടും. അങ്ങനെയാണെങ്കിൽ പോലും ബാക്കി പൈസ നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന നമുക്ക് ആ പൈസ നമുക്ക് വീണ്ടും എടുക്കാൻ പറ്റും. ഇൻട്രസ്റ്റ് അടച്ചാലും ബാക്കി എമൗണ്ട് ഇങ്ങോട്ട് നമുക്ക് കിട്ടും. അല്ലാതെ അങ്ങോട്ട് നമുക്ക് ഒന്നും കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ അത്രയും ഭയങ്കര ലോട്ടറിയുള്ള ഒരു അവസരമാണിത്. ഭയങ്കര ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ. അത്യാവശ്യം നല്ല റിട്ടേൺസ് കൊടുക്കുന്നുണ്ട്. 15% മുതൽ 25% വരെ പല ഫണ്ടുകളും റിട്ടേൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു 3 ഫണ്ടും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഷെയർ ചെയ്തേക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ എപ്പോഴും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി എന്തെങ്കിലും ആധികാരികമായിട്ടുള്ള ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ആൾക്കാർ മാത്രം വെറുതെ ഡൗട്ട് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. അതിന് ഇൻസ്റ്റന്റ് ആയിട്ട് മറുപടി കിട്ടും. ഇനി വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കുറച്ച് ഡിലേ വരും. ഞാൻ ഫ്രീ ആകുന്ന സമയത്ത് മെസ്സേജ് അയക്കുള്ളൂ. ഒരുപാട് ആൾക്കാർ കോൺടാക്ട് ചെയ്യുന്നു, ഫ്രീക്വൻ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അവരോട് മെസ്സേജ് അയക്കാനും കോൾ ചെയ്യാനും ഒക്കെ ടൈം പ്രത്യേകം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ആദ്യമായിട്ട് ഈ 100 രൂപ എന്ന് പറയുന്നത് ഏതൊരു സാധാരണക്കാരനും, ഒരു ഓട്ടോ തൊഴിലാളിക്കും, ഒരു പെയിൻറ്റിംഗ് തൊഴിലാളിക്കും, ഇനി എന്ത് തരത്തിലുള്ള ഒരു കൂലി വേലയ്ക്ക് പോകുന്ന ആൾക്കാർക്ക് പോലും 100 രൂപ എന്ന് പറഞ്ഞാൽ ഈസിയാണ്. ആവറേജ് എനിക്കൊന്ന് സാധാരണ IT ടെക്കുകളും എല്ലാവരേക്കാളും കൂടുതൽ സാലറി വാങ്ങിക്കുന്നത് ഈ പറഞ്ഞ കൂലിപ്പണി കാര്യങ്ങൾ എടുക്കുന്നവർക്കാന്ന് തോന്നുന്നു. ഒരു ദിവസം 1000 മുതൽ 1500 രൂപ വരെ പലർക്കും ശമ്പളമുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് 100 രൂപയൊക്കെ മാറ്റി വെക്കും, വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ 100 രൂപ വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കാം ഇതിനെക്കുറിച്ച് നമുക്ക് എന്തായാലും കണ്ടു നോക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു SIP കാൽക്കുലേറ്ററാണ്. ഈ SIP കാൽക്കുലേറ്ററിനകത്ത് 100 രൂപ ഒരു ദിവസം മാറ്റി വെച്ച ഒരു മാസത്തേക്ക് 3000 രൂപ ആവുമല്ലോ. ആ 3000 രൂപ വെച്ചിട്ട് ആനുവൽ സ്റ്റെപ്പ് അപ്പ് ഒരു 10% ഓരോ വർഷം കഴിയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് സിമ്പിളായിട്ട് ഇൻവെസ്റ്റ്മെന്റ് കൂട്ടുക. ഓരോ മാസം 3000 വെച്ചിട്ടാണ് ചെയ്യുന്നത്. അടുത്ത മാസം നിങ്ങൾ അടുത്ത വർഷം 3300 രൂപയാക്കിയിട്ട് മാറ്റുക. സിമ്പിളായിട്ട് ഒരു 10% നിങ്ങൾ കൂട്ടുക. അങ്ങനെ പോവുകയാണെങ്കിൽ ഏകദേശം 15% റിട്ടേൺ കിട്ടുകയാണെങ്കിൽ, ഞാൻ നിങ്ങളെ ഫണ്ടുകൾ ഈ 15% റിട്ടേൺ കിട്ടുന്ന ഫണ്ടുകളും പറഞ്ഞു തരുന്നുണ്ട്. അതിന് മേളിൽ റിട്ടേൺ കിട്ടുന്ന ഫണ്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആവറേജ് ഒരു 15% നമുക്ക് റിട്ടേൺ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു 30 കൊല്ലത്തെ ഒരു ടൈം പീരീഡിൽ 59,21,785 രൂപ അടച്ചു കഴിയും. നമ്മൾക്ക് എസ്റ്റിമേറ്റഡ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ 3,91,45,000 രൂപയാണ്. ടോട്ടൽ കിട്ടുന്നത് 4.5 കോടി രൂപ നമ്മുടെ കയ്യിൽ കിട്ടും. കുറേ ആൾക്കാർ ഈ ഇടയ്ക്ക് വീഡിയോയിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ട് റിട്ടേൺ കിട്ടുന്നതിനെ കുറിച്ച് പറഞ്ഞതിന് ടാക്സിനെ കുറിച്ച് പറയുന്നത്, ടാക്സിൻ്റെ ഒരു വീഡിയോ എന്തായാലും ചെയ്യുന്നുണ്ട്. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത എമൗണ്ടിനേക്കാൾ കൂടുതൽ ആ ഫണ്ട് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് ഉണ്ടാകുമ്പോൾ ഒരു പ്രോഫിറ്റ് അവിടെ ഉണ്ടാകുമ്പോൾ ആ പ്രോഫിറ്റ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഐ തിങ്ക് 10% ആണ്. അപ്പോൾ അത്രയും പൈസ നമുക്ക് ടാക്സ് കൂടിയായിട്ട് നമുക്ക് പോകും. ഏകദേശം ഇപ്പോൾ 4.5 കോടി രൂപയിൽ 3,91,00,000 രൂപ വരികയാണെങ്കിൽ ഏകദേശം ഒരു 39 ലക്ഷം രൂപയോളം നമുക്ക് ടാക്സ് ആയിട്ട് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതായത് 3 കോടിയിൽ ഒരു 10% അത്രത്തോളം പോകാനുള്ള ഒരു ചാൻസ് അതിനകത്തുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് കവർ ചെയ്യാനുള്ള ഒരുപാട് വഴികളുണ്ട്. ടാക്സ് സേവിങ് ചെയ്യുന്ന ഒരുപാട് ഫണ്ടുകളുണ്ട്. ELSS ടൈപ്പ് ഫണ്ടുകൾ, അത്തരത്തിലുള്ള ഫണ്ടുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെയൊക്കെ ടാക്സുമായി ബന്ധപ്പെട്ട മ്യൂച്വൽ ഫണ്ട് ടാക്സുമായി ബന്ധപ്പെട്ട ഒരു വിശദമായിട്ടുള്ള വീഡിയോ അടുത്ത ദിവസം തന്നെ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യം മനസ്സിലാവും. ഇപ്പോൾ 4.5 കോടി രൂപ നമുക്ക് കിട്ടി. ഈ 4.5 കോടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 3 ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. 1000 രൂപ വെച്ചിട്ട് 3 ഫണ്ടുകൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഫണ്ട് നമ്പർ 1 എന്ന് പറയുന്നത് നിപ്പോൺ ഇന്ത്യയുടെ ലാർജ് ക്യാപ്പ് ഫണ്ടാണ്. ഈ ഒരു ഫണ്ട് ഓൾ ഇയറിൽ നോക്കുമ്പോൾ 17% റിട്ടേൺ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് 1 ഇയറിലൊക്കെ 46%, 3 ഇയറിൽ 25%, 5 വർഷം 18%, ഓൾ ഇയറിൽ 17% റിട്ടേൺ കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. ഫണ്ട് നമ്പർ 2 ഫ്രാങ്ക്ലിൻ ഇന്ത്യയുടെ ഒരു ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടാണ്. ഈ ഒരു ഫണ്ട് 17% റിട്ടേൺ കൊടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 1 ഇയറിൽ 45%, 3 ഇയറിൽ
22%, 5 ഇയറിൽ 19%, ഓൾ ഇയറിൽ 17% കൊടുക്കുന്നുണ്ട്. ഇനി നമ്പർ 3 എന്ന് പറയുന്നത് ക്വാണ്ടിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടാണ്. ഇത് 19.97% റിട്ടേൺ കൊടുക്കുന്നുണ്ട് ഓൾ ഇയറിൽ. 5 ഇയറിൽ 35 കൊടുത്തിട്ടുണ്ട്, 3 ഇയറിൽ 42 കൊടുത്തിട്ടുണ്ട്, 1 ഇയറിൽ 75% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. ചിലരൊക്കെ 1 ഇയർ ആകുമ്പോൾ തന്നെ എക്സിറ്റ് ആക്കും. കാരണം വെച്ചാൽ 1 ഇയറിൽ ഈ നേരെ ഫണ്ട് നിയറസ്റ്റ് ഡബിൾ ആകുന്ന അവിടത്തേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ തന്നെ ഇനി ചിലപ്പോൾ താഴോട്ട് വരും എന്ന് പറഞ്ഞിട്ട് എക്സിറ്റ് ചെയ്യുന്ന സാഹചര്യം പലർക്കും ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫണ്ടാണ് ഈ 3 ഫണ്ടുകൾ. നല്ലൊരു ഫണ്ടുകളാണ് 3ഉം. നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്ത് വെക്കാവുന്ന ഫണ്ടാണ്. അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം, എങ്ങനെ ഇപ്പോൾ ഈ ഒരു 3000 രൂപ ഉണ്ടാക്കാം? അപ്പോൾ ഒരു വിദ്യാർത്ഥിയാണ്, അല്ലെങ്കിൽ ഒരു വീട്ടമ്മയാണ്, അല്ലെങ്കിൽ ഒരു ജോലിക്കാരനാണ്, അല്ലെങ്കിൽ ജോലി ഇല്ലാത്തവനാണ്, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് 3000 രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാം. 2 രീതിയിൽ പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾക്കൊരു ഓൺലൈൻ ജോലി ചെയ്യാം. ഓൺലൈൻ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പുസ്തകമാണ് ഓൺലൈൻ ജോബ് മാസ്റ്റർ. ഇത് പർച്ചേസ് ചെയ്യാം. 15 ജോലികളുണ്ട്. ഇഷ്ടമുള്ള ജോലി നിങ്ങൾക്ക് ചെയ്യാം. ഒരു 500 രൂപ മുതൽ 1000 രൂപ വരെ ഉണ്ടാക്കാം. മിനിമം 100 രൂപ ഡെയിലി കിട്ടിയാലും നിങ്ങളുടെ ഈ പൈസ അടക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളുണ്ട്. അത്രയും ആപ്റ്റായിട്ടുള്ള ജോബ് സൈറ്റുകളാണ് ഇതിനകത്തുള്ളത്. വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള എൻ്റെ 10-15 വർഷത്തെ എക്സ്പീരിയൻസിലുള്ള നല്ല ജോലികൾ. ഇനി ഓൺലൈൻ ജോലിയോട് താല്പര്യമില്ല, പലതരത്തിലുള്ള ബിസിനസ്സുകളാണ്, സ്കില്ലുകൾ ജനറേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് netwallet.com. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ സ്കിൽഡ് ആയിട്ടുള്ള പലതരത്തിലുള്ള കോഴ്സുകൾ, ആ കോഴ്സുകളിൽ തന്നെ ഓൺലൈൻ ബിസിനസ്സുകളുണ്ട്, അല്ലാതെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്ലാസ്സുകളുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കംപ്ലീറ്റ് ചെയ്താൽ തന്നെ ഒരു അനേകം ഓപ്പർച്യൂണിറ്റീസ് അതിനകത്ത് വരും. ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സ് അവൈലബിൾ ആണ്. ഇവിടെ കാണാം പ്രൊഫഷണൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ്, അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോ എഡിറ്ററോ വീഡിയോ എഡിറ്റിംഗ് ടൂളുകളുണ്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ഫോളോവേഴ്സിന് കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു 500,000 രൂപയൊക്കെ വാങ്ങിക്കാം. പല കമ്പനിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മാനേജ് ചെയ്യാം. അതിനുള്ള ഇൻസ്റ്റാഗ്രാം ബോട്ട് അവൈലബിൾ ആണ്. OTT പ്ലാറ്റ്ഫോമുകൾ തുടങ്ങാം, ഇ-കോമേഴ്സ് ബിസിനസ് തുടങ്ങാം, പല തരത്തിലുള്ള ഡാറ്റ സ്ക്രാപ്പിംഗ് ബിസിനസ്സുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ന്യൂസ് പോർട്ടലുകൾ നിങ്ങൾക്ക് തുടങ്ങാം, വാട്സപ്പിലൂടെ മെസ്സേജിങ് കാര്യങ്ങളൊക്കെ തുടങ്ങാം, ഡിജിറ്റൽ പ്രോഡക്റ്റ് തന്നെ ഇതുപോലെ സെല്ല് ചെയ്യുന്ന പ്രോഗ്രാം തുടങ്ങാം. അങ്ങനെ പല തരത്തിലുള്ള ഓൺലൈനിലൂടെ വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു ടോട്ടൽ സൊല്യൂഷനുള്ള ഒരു വെബ്സൈറ്റാണ് നെറ്റ്വാലെ. അപ്പോൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് പ്ലെൻറ്റി ഓഫ് കോഴ്സുകളാണ് ഉള്ളത് ഇതിനകത്ത്. ഇത്തരത്തിലുള്ള കോഴ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്താൽ പല ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഇതിനകത്തും ഓൺലൈൻ ജോബുമായി ബന്ധപ്പെട്ട 1-2 കോഴ്സുകളുണ്ട്, ട്രേഡിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഡിസൈനിങ്, അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പല ടൈപ്പ് കാര്യങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾക്കായിട്ട് ഇവിടെ വാട്സപ്പ് ഗ്രൂപ്പിന് ലിങ്ക് കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇതിനകത്ത് ജോയിൻ ചെയ്യുക. ഈ ഒരു സിസ്റ്റംസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു ദിവസം ഒരു 100 രൂപ തന്നെ ഈസി ആയിട്ട് ഏതൊരാൾക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി ഇതിലൂടെ ഒന്നും നിങ്ങൾക്ക് പറ്റുന്നില്ലാണെങ്കിൽ നേരിട്ട് ഞങ്ങൾ ഫിസിക്കലായിട്ടുള്ള കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. 5,000 റുപ്പീസാണ് ഒറ്റ ദിവസത്തെ ക്ലാസ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു പോർഷനെക്കുറിച്ച്, ഒരു വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നുണ്ട്. സർട്ടിഫിക്കറ്റ് കിട്ടും. രാവിലെ മുതൽ വൈകുന്നേരം വന്നിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് പോകുമ്പോഴേക്കും നിങ്ങൾ അതിൽ എക്സ്പേർട്ട് ആയിട്ടുണ്ടാകും. ഓരോ മേഖലയെക്കുറിച്ച് 10 ടൈപ്പ് കോഴ്സുകളാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ആ കോഴ്സിൻ്റെ അപ്ഡേറ്റ് ഏതാനും ദിവസങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക. ഞങ്ങളതൊന്നുകൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ്. 5,000 റുപ്പീസാണ് ഫീ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒറ്റ ദിവസത്തെ ക്ലാസ്, ഒറ്റ ദിവസത്തെ സർട്ടിഫിക്കറ്റ്. ഓക്കെ, ഇതൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് 100 മുതൽ 500, 1000 രൂപയൊക്കെ വെച്ച് വരുമാനം ഉണ്ടാക്കാം. ഈ വരുമാനം കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്ത് വെക്കുക. ഒരു മാസത്തിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക. 10-30 കൊല്ലം കഴിയുമ്പോൾ 4.5 കോടി രൂപ നിങ്ങളുടെ കയ്യിൽ അങ്ങോട്ട് കിട്ടും. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ എൻജോയ് ചെയ്യാൻ പറ്റും. ഇതേപോലെ പണ്ട് കൃത്യമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത ആൾക്കാരാണ് ഇന്ന് കാണുന്ന പൊറിഞ്ചു വെളിയത്തും രാകേഷ് ജുൻജുൻവാലയും എല്ലാ ആൾക്കാരും. അവരാരും ഒറ്റയടിക്ക് ഒരുപാട് വലിയ കാശുകാരുടെ മക്കളായിട്ട് ജനിച്ചവരല്ല. ഒരുപാട് കോടികൾ അവർക്ക് സ്വത്തുക്കൾ ഇങ്ങനെ ലോട്ടറി അടിച്ചതല്ല. അവർ ചെറിയ ചെറിയ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് വർഷം, 10-30 വർഷം ഇങ്ങെത്തിയപ്പോൾ 90 കാലഘട്ടങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങി. 2020 കാലഘട്ടങ്ങളിലേക്ക് എത്തിയപ്പോൾ 10-30 വർഷമായി. ആ 30 വർഷം കൊണ്ട് നിങ്ങൾക്കറിയാമല്ലോ, ഈ 30 വർഷം കൊണ്ടാണല്ലോ ഈ 4.5 കോടിയൊക്കെ ഉണ്ടാകുന്നത്. അതേപോലെ 30 വർഷം കഴിയുമ്പോൾ വലിയൊരു ഫണ്ടായി മാറി. ഇനി ഇതേ സെഗ്മെൻറ്റിൽ നിങ്ങൾ ഈ 3000 പകരം 10,000 രൂപയൊക്കെയാണ് മന്തിൽ വെച്ചിടുകയാണെങ്കിൽ അതിനേക്കാളും വലിയൊരു ഫണ്ടായിട്ട് മാറും, കോടിക്കണക്കിന് രൂപയായിട്ട് മാറും. ജസ്റ്റ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ, എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാൻ ഇതേ ഫണ്ട് എടുത്തു. എന്നിട്ട് ഞാൻ ഇതിനകത്ത് ഒരു 10,000 രൂപ ഞാൻ എൻട്രി ചെയ്യാണ്. 10,000 രൂപ എൻട്രി ചെയ്തു. പ്രതിമാസം 10,000 വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നു. 10% കയറുന്നു. 15% റിട്ടേൺ കിട്ടുന്നു. ആവറേജ് 30 വർഷം കഴിയുമ്പോൾ 15,22,698. നേരത്തെ 4 കോടി ഉണ്ടത് ഇപ്പോൾ ഓട്ടോമാറ്റിക് 15 കോടി രൂപയായിട്ട് മാറി. ആലോചിക്കുക, 4.5 കോടി 15 കോടി. 15 കോടി രൂപ ഇന്നുണ്ടെങ്കിൽ, അന്ന് ഇതേപോലെ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് 15 കോടി ഉണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലേ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് SWP ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് 1% റിട്ടേൺ നമുക്ക് വെച്ച് കിട്ടുന്നുണ്ട്. 15 കോടിക്ക് എത്ര കിട്ടും? 1.5 ലക്ഷം രൂപ പെർ മന്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടും. 15 കോടി കൊണ്ടിട്ട് SWP ഇട്ടാൽ 1% റിട്ടേൺ വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ആ 1.5 ലക്ഷം രൂപ കൊണ്ട് ഇന്ന് സുഖമായിട്ട് ജീവിക്കാമല്ലോ. എന്ത് ടെൻഷനുള്ള, വളരെ റിലാക്സ് ആയിട്ട് നമുക്ക് ജീവിക്കാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുക. ചെറിയ തുകയാണെങ്കിൽ ചെറിയ തുക ഇൻവെസ്റ്റ് ചെയ്യുക. ഒരു കാര്യം കൂടി പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാണ്. XYZ എന്ന് പറഞ്ഞൊരു കമ്പനി, ആ കമ്പനി വലിയൊരു ഒരുപാട് എംപ്ലോയീസ് ഉണ്ട്, വലിയൊരു എംപ്ലോയറാണ്, ഭയങ്കര
സെറ്റപ്പായിട്ട് പോകുന്നൊരു കമ്പനി. ആ കമ്പനി ഒരു ദിവസം എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഓണർ കൃത്യമായിട്ട് സ്ട്രഗിളൊക്കെ ചെയ്തിട്ട് എങ്ങനെയൊക്കെ അവർക്ക് സാലറി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇവരിങ്ങനെ കൊണ്ടുപോയി. വർഷങ്ങൾ കഴിഞ്ഞു, ഒരുപാട് വർഷം കഴിഞ്ഞു. എംപ്ലോയറിനെ സംബന്ധിച്ച് ഒന്നും പ്രത്യേകിച്ച് ഗ്രോത്തോ കാര്യങ്ങളുണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ എംപ്ലോയീസ് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് പോയി. അതിലൊരു എംപ്ലോയി ഈ കമ്പനി ഇദ്ദേഹത്തിൻ്റെ ആസ്തി എത്ര, അതിനേക്കാളും ആയിരക്കണക്കിന് ഇരട്ടി ആസ്തി അദ്ദേഹത്തിന് ഒരു എംപ്ലോയിക്ക് ഉണ്ടായി. എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ ഈ എംപ്ലോയിക്ക് കിട്ടുന്ന സാലറി ഒരു സ്പെസിഫൈഡ് ആയിട്ട് തുക എംപ്ലോയി എല്ലാ മാസങ്ങളിലും ഈ പറഞ്ഞ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാറുണ്ട്. ഇൻവെസ്റ്റ് ചെയ്ത് കുറേ വർഷങ്ങൾ 10-30 വർഷം കഴിയുമ്പോൾ എംപ്ലോയറിനെ സംബന്ധിച്ച് അതേപോലെ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു. പക്ഷേ എംപ്ലോയിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഹ്യൂജ് ആയിട്ടുള്ള റിട്ടേൺ ആയിട്ട് മാറുകയാണ് ആ ഫണ്ട്. നിങ്ങൾ ആലോചിച്ച് ഈ പറഞ്ഞ 3000 വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് 4.5 കോടി രൂപയെ ആ കാലഘട്ടം എത്തുമ്പോൾ ഈ എംപ്ലോയർക്ക് ഇത്രയൊന്നും എമൗണ്ട് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഒറ്റയടിക്ക് 4.5 കോടി വെച്ചിട്ട് അവന് സുഖമായിട്ട് ജീവിക്കാനും പറ്റും. അപ്പോൾ അങ്ങനെ നമ്മളെന്നും ചിന്തിക്കണം. ചെറിയ ചെറിയ തുകകളാണ് ഭാവിയിലെ വലിയ തുകയായിട്ട് മാറുന്നതെന്ന് ഓർക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അത്ര മാത്രമേ പറയാനുള്ളൂ. ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അഭിപ്രായ നിർദ്ദേശങ്ങളുടെ കമൻറ്റ് ബോക്സിൽ എവിടുത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോകൾ വരുന്ന ദിവസങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.